ഹലോ എവരി വൺ, കാർട്ടൂൺസ് കളറിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പാർട്ട് 3 വീഡിയോയിലൂടെ നോക്കുന്നത് ഡ്രസ്, ഫേസ്, ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെയൊക്കെ ബേസ് കളർ എങ്ങനെ കൊടുക്കാമെന്നും അതുപോലെ ഫേസിൻ്റെ ഷെയ്ഡ്സ് എങ്ങനെ നൽകാമെന്നുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. പാർട്ട് 1 എങ്ങനെ ടൈറ്റിൽ കട്ട് ചെയ്യാമെന്നുള്ളത് കാണിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഹെയർ എങ്ങനെ വരക്കാമെന്നുള്ളതും പാർട്ട് 2 കാണിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പാർട്ട് 3 കിടക്കാം. ഇനി ചെയ്യുന്നത് എല്ലാ ഭാഗത്തിൻ്റെയും ബേസ് കളർ കൊടുക്കുക എന്നുള്ളതാണ്. ഇതുവരെ ചെയ്ത് വെച്ച് 2 ലെയറിന് താഴെയാക്കിയിട്ട് ഒരു പുതിയ ലെയർ എടുക്കുക. ആ ഒരു ലെയറിൽ ഫേസിൻ്റെ ബേസ് കളറാണ് നൽകുന്നത്. ഓരോരോ ലെയറിൽ ഓരോരോ ബേസ് കളർ നൽകുക. അങ്ങനെ ഫേസിൻ്റെ ബേസ് കളർ നൽകിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു 3 ലെയറിൻ്റെ താഴെയാക്കിയിട്ട് ഏറ്റവും താഴെയാക്കിയിട്ട് അടുത്തൊരു ലെയർ ആഡ് ചെയ്യുക. അതിൽ ഡ്രസ്സിൻ്റെ ബേസ് കളർ അപ്ലൈ ചെയ്യുന്നു. ഇനി അടുത്തത് കൈയിൻ്റെ ബേസ് കളർ കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ടൊരു പുതിയ ലെയർ ഇതിൻ്റെ മുകളിലായിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി കളർ ചെയ്തെടുക്കുക. ഇനി ചെയ്യുന്നത് ഒരു പുതിയ ലെയർ വീണ്ടും എടുക്കുക. ആ ഒരു ലെയർ ഏറ്റവും ടോപ്പിൽ ടൈറ്റിൽ കട്ട് ചെയ്ത് വെച്ച് ആ ഒരു ലെയറിൻ്റെ താഴേക്ക് വെക്കുക. ഇത് നമ്മൾ ചെയ്യുന്ന ആ ഒരു കാറിൻ്റെ ഭാഗമാണ്. അതൊരു ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഇതേ മെത്തേഡിൽ തന്നെ ബാക്കി ബാക്ക്ഗ്രൗണ്ടും അതുപോലെ സീറ്റും ഒക്കെ ഇതേപോലെ ഓരോ ലെയർ തന്നെ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ ബേസ് കളറിങ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് ഓരോന്നും ഓരോ ലെയർ തന്നെയാണ് ബേസ് കളർ അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തത് സ്പെഷ്യൽ ടൂളിൽ ലാസോ ഫിൽ എന്ന ബ്രഷാണ്. ഇനി അടുത്തത് എന്താ ചെയ്യാന്നുള്ളത് നോക്കാം. ഇനി ലെയറിലേക്ക് വന്നിട്ട് ഒരു പുതിയ ലെയർ ഫേസിൻ്റെ ബേസ് കളറിന് മുകളിലായിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഫേസിൻ്റെ ബേസ് കളർ ഹൈഡ് ചെയ്ത് വെച്ച ശേഷം പുതുതായിട്ട് എടുത്ത് വെച്ച ലെയറിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് വെച്ച ശേഷം ഡാർക്ക് ഷെയ്ഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ഡാർക്ക് വരുന്ന ഏരിയ ഏതാണോ അവിടേക്ക് ഈ ഒരു ഡാർക്ക് കളർ അപ്ലൈ ചെയ്യുക. ഏറ്റവും ഡാർക്കായിട്ട് വരുന്ന ഏരിയയിലേക്ക് ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്തതിനു. ഇനി ഡാർക്ക് ഷെയ്ഡ് കൊടുത്ത ആ ഒരു ലെയറിന് താഴെയാക്കിയിട്ട് അടുത്ത ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത കളർ കൊടുക്കുക. ഇതുവരെ 2 ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ തേർഡ് ലെയർ സെലക്ട് ചെയ്യുക. ആ തേർഡ് ലെയർ ഇതിന് താഴെയാക്കിയിട്ട് തന്നെ വെക്കുക. ഈ 2 ഷെയ്ഡിന് താഴെയാക്കിയിട്ട് തേർഡ് ലെയർ കൊടുത്തിട്ട് അടുത്ത ഡാർക്ക് ഷെയ്ഡ് അവിടെ അപ്ലൈ ചെയ്യുക. ഓരോ ഷെയ്ഡിനനുസരിച്ചിട്ട് ഫേസിൽ എവിടെയൊക്കെയാണോ ഡാർക്ക് വരുന്നത് അല്ലെങ്കിൽ ഡാർക്ക് കുറഞ്ഞ് വരുന്നത് ആ ഒരു ഭാഗം ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ 5 ഷെയ്ഡ്സാണ് സെലക്ട് ചെയ്തതെങ്കിൽ അതിലൊന്ന് ബേസ് കളറായിരിക്കും. ബാക്കി 4 ഷെയ്ഡ്സ് നിങ്ങൾ ഇതിലേക്ക് ഡാർക്ക് ടു ലൈറ്റ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടാകും. ഈ ഒരു ഡാർക്ക് ടു ലൈറ്റ് കളറുകൾ ഇനി ക്ലിപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ക്ലിപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് കളർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ ബേസ് കളറിന് ടോപ്പിലായിട്ട് കാണുന്ന അതിന് മുകളിലായിട്ട് വരുന്ന ലെയർ ഇതിലേക്ക് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. അങ്ങനെ ഓരോന്നും അതിൻ്റെ മുകളിലേക്കുള്ളത് ക്ലിപ്പ് ചെയ്ത് വരിക. അതിനുശേഷം ഇവിടെ മെർജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം അത് ഓരോന്നായിട്ട് തന്നെ മെർജ് ചെയ്ത് കൊടുക്കുക. ഇത് ഫേസിൽ ചെയ്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ കൈയുടെ ഭാഗത്തും സെയിം മെത്തേഡ് ചെയ്ത് കൊടുക്കുക.
ഇതേപോലെ ചെയ്തെടുത്താൽ എങ്ങനെയായിരിക്കും റിസൾട്ട് കിട്ടുക. അപ്പോൾ ഷെയ്ഡ്സ് നോക്കിയിട്ട് അതെങ്ങനെയാണോ വരുന്നത് അതുപോലെ നോക്കി കൊടുക്കുക. ഈ ഒരു വീഡിയോ ഇത്രയാണുള്ളൂ. ബാക്കി ബ്ലെൻഡിങ്ങും അതുപോലെ ഷർട്ടിൻ്റെ ഷെയ്ഡ്സ് അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറിങ് ബ്ലറിങ് ഇതൊക്കെ നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് ചെയ്തു തീർക്കാം.